ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും AR ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് സ്റ്റോറി വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏകരത്നാധിപതിയുടെ ഡ്രൈവറായ അദ്വൈത് ഒരു പുതിയ വണ്ടി ഇറക്കുവാണ് പ്രകാശിൽ നിന്ന്. അപ്പോൾ അവനെ നമ്മളിന്ന് എടുക്കാൻ പോവാണ്. നമ്മളിന്ന് ഡിങ്കൻ്റെ കൂടെയാണ് പോകുന്നത്. ഡിങ്കൻ ഈസ് റീബോൺ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇതൊരു ഓഫീസ് പോലത്തെ സ്ഥലം, എന്താണെന്നറിയത്തില്ല. അവനാണ് സെറ്റ് ചെയ്തത്. ഇവിടെ ആൾക്കാരോട്, അതായത് കൂടെ വരുന്നവർക്ക് വരാമെന്ന് പറഞ്ഞ് ഇവിടോട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടിക്കകത്ത് കയറി വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും വെളുപ്പിനൊക്കെ ആകും. മച്ചാൻ മതി, ജസ്റ്റ് മിസ്സായിരുന്നു ആ വണ്ടി ഇടിച്ചതിനിപ്പോൾ. വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഇതുപോലെ സൗണ്ടൊക്കെ കൊടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഞാനത് ഇട്ടില്ല, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു. കുറേ കാലം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റോറി വീഡിയോസ് ഇട്ടിട്ട്, അതുകൊണ്ട് നമ്മളൊരു 4 മാസത്തിന് ശേഷം വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നും വീഡിയോ വരത്തില്ല, കാരണം നമുക്ക് എക്സാം ടൈമൊക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എക്സാമാണ്. പക്ഷേ അവധി, അതായത് 2 months വെക്കേഷൻ വരുമ്പോൾ നമുക്ക് എല്ലാം നല്ലപോലെ പൊളിച്ചടുക്കി വണ്ടിയൊക്കെ പറപ്പിച്ച് വിട്ടൊരു ട്രിപ്പ് വീഡിയോസൊക്കെ നമുക്ക് ഇടാം. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശിൽ. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ആ ബെല്ലൈക്കൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയത്തുള്ളൂ. അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ എത്താതെയും വരും. എന്നാലും കുറേ പേർക്കൊക്കെ എത്തും മച്ചാന്മാർ. അപ്പോൾ ദശാവതാർ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ദശാവതാർ ഇപ്പോൾ ബാംഗ്ലൂരിലോട്ടാന്ന് തോന്നുന്നു. അല്ല ഗൈസ്, അങ്ങോട്ടായിരുന്നു. അല്ല, എന്തായാലും ദശാവതാറിൻ്റെ കൂടെ AR ഗാരേജ് ഡിങ്കൻ. അപ്പോൾ അച്ചാമാരെ, നമ്മളേതായാലും പ്രകാശിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുതലാളി കിളിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. മുതലാളി, അതായത് എക്സ്പ്ലോഡ് ഹോളിഡേയ്സിൻ്റെ മുതലാളി. അവൻ്റെ ചെക്കൻ്റെ വണ്ടിയുടെ പേര് എക്സ്പ്ലോഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നമ്മളിതാ പ്രകാശിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വളവ് അങ്ങോട്ട് തിരിയുന്നു, പ്രകാശിലേക്കാണ്. അപ്പോൾ ചെക്കൻ പുതിയ വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയെ വിലയിരിക്കത്തൊന്നുമില്ല, അവൻ വരിക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. വണ്ടി എക്സ്പ്ലോഡ്, അവനാണ് മുതലാളിയെങ്കിലും AR ഗാരേജ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പോൾ നമ്മളേതായാലും പ്രകാശിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ വണ്ടി പോലെ തന്നെ ഇടാം, നമുക്ക് പുറകിലോട്ട് മാറ്റിയിടാം. ചെക്കൻ അവിടെ അകത്താണ്, ഇപ്പോൾ വർക്ക് കാണുമായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഡിങ്കനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കണം. എന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോയി ബാക്കി മറ്റേ ചെറുക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. മച്ചാൻ മതി, ഇടിച്ചില്ലെന്നൊന്നും മുട്ടി. ഏതായാലും ഇവിടോട്ടെങ്ങാനും കയറ്റി ഇടണം മച്ചാൻ മതി. എങ്ങോട്ട് കയറ്റണമെന്ന് എനിക്കൊരു പിടിയുമില്ല. അപ്പം ഞാനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കില്ല, അഭിനവായിരിക്കും ഡിങ്കനെ ഓടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചിടാം. പുത്തൻ വണ്ടിയാണ് ഡിങ്കനും പ്രകാശിൻ്റെ ഈ ഒരു ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പോയത്. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പിള്ളേരെല്ലാം ഇറങ്ങുന്നുണ്ട്. അത് നേരത്തെ അങ്ങോട്ട് ചാടി ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയേക്കാം. പിന്നെ നൈറ്റാണ്. ഇപ്പോൾ സമയം ഏകദേശം 2:30 മണിയായിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് അവിടെ നിന്ന് എടുത്തതായിരുന്നു. അപ്പോൾ അച്ചാമ്മതി നമ്മുടെ ചെറുക്കൻ എക്സ്പ്ലോഡ് ഹോളിഡേയ്സിൻ്റെ ലയൺ കിങ് ഇവിടെ കിടപ്പുണ്ട്. ചെറുക്കൻ്റെ അകത്തെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഡോറും മറ്റേ സാധനങ്ങൾ വെക്കുന്ന അതൊക്കെ തന്നെ, അതിൻ്റെ പേരെനിക്ക് അറിയില്ല. അതുകൊണ്ടാണ്. ചെക്കൻ BS6 സെഡോൺ ആണ് കേട്ടോ, അശോക് ലെയ്ലാൻഡ്. വീലിൽ വണ്ടിയുടെ എഡിഷൻ നെയിം ലയൺ കിങ് എന്നാണ്. ഒരു സിംഹത്തിൻ്റെ കിരീടമൊക്കെ വെച്ച് ലയൺ കിങ് എന്ന് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലോഡ് എന്ന പേരും ടോപ്പ് ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. പിന്നെ വീൽ കപ്പൊക്കെ
ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അവൻ മാറ്റുമായിരിക്കും. വെച്ചാൽ പുറകിൽ നോക്കുമ്പോഴാണ് ഒരു അടിപൊളി ഫിഗർ, അതായത് ആഡിഷൻ നെയിമിൻ്റെ അവിടെ ഇരിക്കുന്ന ആ ലയൻ്റെ അതേ ഒരു ഫിഗർ തന്നെയാണ് പുറകിലും കൊടുത്തിരിക്കുന്നത്. അതേതായാലും അടിപൊളിയായിട്ടുണ്ട്. ലയൺ കിങ് പേരിന് അനുയോജ്യമായിട്ട് തന്നെ, അതായത് ലയൺ കിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ തന്നെ അത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ ഏതായാലും ചെക്കൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒരു കുരിശുമാലയൊക്കെ തൂക്കിയിട്ടുണ്ട്. എന്തായാലും ലിപ്പ് നമ്മൾ ബ്ലാക്ക് ആയിപ്പോൾ കൊടുത്തിരിക്കുന്നത്, നമുക്കതൊക്കെ മാറ്റണം. നമുക്കല്ല, അവൻ ഇഷ്ടമുണ്ടെ അവൻ മാറ്റട്ടെ അല്ലേ, നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ. അവൻ്റെ ഒരു സ്വപ്നം അവൻ സാക്ഷാത്കരിച്ചു. അപ്പോൾ ചെക്കൻ ഏതായാലും അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഇനി വാട്ടർ ടെസ്റ്റും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവനെയും കൊണ്ട് പോവാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ചെക്കൻ്റെ വാട്ടർ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് ചെറുക്കൻ. അപ്പോൾ ഇനി പൂജ കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവനെ അങ്ങ് കൊണ്ടുപോവാം. പൂജയ്ക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാം. മാലയൊക്കെ ഇനി കെട്ടണം. ഇവരുടെ മാനേജർ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്കനെയും കൊണ്ടങ്ങ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങ് കൊണ്ടുപോവാം. അതാണ് നമ്മുടെ ഒരു പ്ലാനിങ്. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ മാലയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ചെറുതായിട്ടിരുന്നേ ഉള്ളൂ, കാരണം ഗ്രില്ലിൻ്റെ അവിടെ 2 മാല, പിന്നെ മുകളിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നമ്മുടെ പൂവും ഇലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും വണ്ടി നൈസായിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ വേറെ ഇതൊന്നുമില്ല. ഇനി വണ്ടി എടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. ആ ചേരേതാ നമ്മുടെ അദ്വൈത് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വണ്ടി മുന്നോട്ടെടുത്തിട്ട് നമ്മൾ വിടുവാണ്. അപ്പോൾ ആ വണ്ടി മുന്നോട്ടെടുത്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നമ്മളിനി നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ചെറുക്കൻ്റെ ഒരു ചെറിയ റണ്ണിങ് വിഷ്വൽസ് ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സൗണ്ടല്ല, നമ്മൾ സോങ് ഇടുവാണ്. എന്തായാലും മച്ചാമാരെ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോയോ. Like that. മച്ചാമാരെ നമ്മുടെ ചെറുക്കൻ്റെ റണ്ണിങ് വിഷ്വൽസൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മളിനി നേരെ നാട്ടിലോട്ട് വിടുകയാണ്. ഡിങ്കം പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അദ്വൈത് എക്സ്പ്ലോർഡ് ഹോൾഡേഴ്സിൻ്റെ മുതലാളി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നല്ല വണ്ടി ഓടിക്കുന്നുണ്ട്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതല്ലേ ഉള്ളൂ നമ്മൾ. അപ്പം മച്ചാമാരെ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകണം. പുതിയ ചെറുക്കന് ഒക്കെ വന്നു. ഡിങ്കനപ്പോൾ പുറകിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ. പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാൽ മതി.